ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല രുചികരമായിട്ടുള്ളതും അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതുമായ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല, ഈവനിങ് സ്നാക്സ് ആയിട്ടും അതേപോലെ കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാനും നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം തന്നെ ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ട് റവ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇനി ഈ എണ്ണയ്ക്ക് പകരം നമുക്ക് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന ആ ഒരു രീതിയിലൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ കളറൊക്കെ ആയി വരും. അതേപോലെ തന്നെ റവ നല്ലതുപോലെ മൂത്ത നല്ലൊരു സ്മെല്ലൊക്കെ വരും. ആ ഒരു ടൈം വരെ നമുക്കിത് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ റവയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ കടായിൽ തന്നെ നമ്മൾ വെച്ചിരുന്നാൽ ഇതിൻ്റെ ചൂട് കൊണ്ട് വീണ്ടും റവ കരിഞ്ഞു പോകും. അപ്പോൾ അതേ കടായി തന്നെ ഞാൻ വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് വറ്റൽമുളകാണ്. ഒരു 3 വറ്റൽമുളക് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കടലപ്പരിപ്പാണ്. 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് ചെറിയ രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ നമ്മൾ ആദ്യം ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ഇടുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. കപ്പലണ്ടിയൊക്കെ ചെറിയ രീതിയിലൊന്ന് പൊട്ടി വരും. ആ ഒരു ടൈം വരെ നമുക്കിതൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ചേർക്കുന്നത്. ഒരു ചെറിയ സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി എടുത്തിരിക്കുന്നത് കുറച്ച് ക്യാരറ്റാണ്. അത് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇത് പെട്ടെന്നൊന്ന് വഴണ്ട് വരുന്നതിന് വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വഴണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ രീതിയിൽ ഇതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. പ്രത്യേകിച്ച് കറികളൊന്നും നമുക്കിതിൻ്റെ കൂടെ വേണ്ടാത്തത് കൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതുമാണ്. അപ്പോൾ അതാ ചെറുതായിട്ട് ഇതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാനൊരു 3/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ 2 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ചേർക്കുന്നത് ഗരം മസാലയാണ്. ഞാനൊരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഞാനൊന്ന് ഇളക്കി ചേർത്ത് നന്നായിട്ടൊന്ന് പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചൊന്നും നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. തക്കാളി ചെറിയ രീതിയിലൊന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതി. ഇനി വേണ്ടത് തേങ്ങയാണ്. 2 പിടി തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്തിൽ 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ലൂസായിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. വെള്ളമൊന്നും ഒരുപാടൊന്നും ആവില്ല. കറക്റ്റ് പരുവത്തിലുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളം കൂടെ ചേർത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. സവാളയൊക്കെ വഴണ്ട് വരുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന റവയാണ് ഇട്ട് കൊടുക്കുന്നത്. റവ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുറേശ്ശെ റവ ഇട്ട് കൊടുത്തിട്ട് ഒരു കൈ കൊണ്ട് റവ ഇട്ട് കൊടുക്കുകയും മറു കൈ കൊണ്ട് നമ്മളിത് ഇളക്കി ചേർത്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. അതുപോലെ തന്നെ തീ വളരെ കുറച്ച് വെച്ച് കൊടുത്തുകൊണ്ട് വേണം റവ നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. റവ ഇട്ട് കൊടുത്തിട്ട് ഇതെങ്ങും കട്ട പിടിച്ചൊന്നും ഇരിക്കാത്ത രീതിയിൽ നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കണം. നമുക്കിപ്പോൾ തോന്നും ഒരുപാട് വെള്ളമാണെന്നൊക്കെ തോന്നും. പക്ഷേ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. നമുക്കിഷ്ടമുള്ള പച്ചക്കറികളും അതുപോലെ നട്ട്സും ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്.
ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് ഞാനിത് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കുറച്ചുകൂടി വെള്ളം വറ്റി നമ്മുടെ റവയൊക്കെ നല്ല രീതിയിലായിട്ട് നല്ല സൂപ്പറായിട്ട് വരും. ഇതാ കണ്ടില്ലേ, റവയിലൊക്കെ വെള്ളം പിടിച്ചിട്ട് നന്നായിട്ട് കുറച്ചുകൂടി ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് കട്ട പിടിച്ചൊന്നും ഇരിക്കില്ല. ഇത് നമ്മളെല്ലാം കഴിഞ്ഞ ശേഷം 2 മിനിറ്റ് നമ്മൾ ഓഫ് ചെയ്ത ശേഷം അത് അടച്ചു വെച്ച് കൊടുക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി ലാസ്റ്റ് ഞാനിതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒന്ന് ആവി തട്ടിയാൽ തന്നെ പെട്ടെന്ന് വേവും. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു ചൂട് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് ലാസ്റ്റ് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ. ഇനി നമ്മൾ ആദ്യം റവ വറുത്തെടുക്കുന്നത് നെയ്യിലാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ നമ്മൾ ഇതുപോലെ നെയ്യ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതുമായ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നമ്മളിതിനകത്ത് തക്കാളിയും അതുപോലെ തന്നെ മസാലകളും മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് കറികളൊന്നും വേണ്ട. ഒരു പ്രാവശ്യമെങ്കിലും 1 കപ്പ് റവ വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് കറികളൊക്കെ വെച്ചിട്ട് ടൈമൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇനി ഇത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് നിങ്ങൾക്കിത് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 2 കപ്പ് വെള്ളം മാത്രം ഉപയോഗിച്ചാൽ മതി. ഞാൻ കുറച്ച് കുഴഞ്ഞിരിക്കുന്ന ആ ഒരു പരുവത്തിലാണ് ഞാനിത് തയ്യാറാക്കിയേക്കുന്നത്. അപ്പോൾ നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല രീതിയിൽ ഇത് കിട്ടും. അപ്പോൾ ഇതാ കുറച്ച് തണുത്ത് വന്നപ്പോൾ ഞാനതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നല്ല ഷേപ്പിലൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, കുറച്ചുകൂടി ഡ്രൈ ആയിട്ട് വന്നിട്ട് നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയേക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അതുപോലെ തന്നെ ഞാനിതൊരു മോൾഡിലോട്ടൊക്കെ മാറ്റിയിട്ട് ദാണ്ട് ഈ ഒരു ഷേപ്പിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഷേപ്പിലൊക്കെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഇത് കഴിക്കാനും നല്ല കൗതുകമായിരിക്കും, ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഇത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. Thank you.